വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ് 2.0. നമ്മളിത് നോക്കാൻ പോകുന്നത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ടോപ്പിക്കാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ്. അപ്പോൾ ഈ ഭരണഘടനാ ഭേദഗതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഇന്ത്യൻ ഭരണഘടനയിൽ എന്തെങ്കിലും ഒരു വ്യവസ്ഥ കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ ഉള്ള വ്യവസ്ഥകളിൽ മാറ്റം വരുത്തുകയോ ഒഴിവാക്കുകയോ ചെയ്യുക, ആ ഒരു പ്രോസസ്സാണ് ഭരണഘടനാ ഭേദഗതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ദക്ഷിണാഫ്രിക്ക. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന രണ്ട് കാര്യങ്ങളിൽ ഒരെണ്ണമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒന്ന് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ആശയം, അത് കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്. അതുപോലെ രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ്, രാജ്യസഭാ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പും അതുപോലെ ഭരണഘടനാ ഭേദഗതിയും, ഇത് രണ്ടും കടകൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ദക്ഷിണാഫ്രിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. അതുപോലെ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ആ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഏത് പാർട്ടിലാണെന്ന് ചോദിച്ചാൽ പാർട്ട് 20, ഭാഗം 20. ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിൽ 25 ഭാഗങ്ങളുണ്ട്. അതിൽ 20ാമത്തെ ഭാഗത്തിലാണ് ഭരണഘടനാ ഭേദഗതിയെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ പാർട്ട് 20 തന്നെ ആർട്ടിക്കിൾ 368 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഭരണഘടനാ ഭേദഗതി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്. അതുപോലെ ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 20, ഭാഗം 20 പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദം 368 അത് ഭരണഘടനാ ഭേദഗതിയെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 368 എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരങ്ങളെ പറ്റിയിട്ടാണ്. ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരങ്ങളാണ് ആർട്ടിക്കിൾ 368 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു ചോദ്യം ചോദിക്കാം, ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണുള്ളത്? ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ്? പാർലമെൻറ്റിനാണ്. പാർലമെൻറ്റ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളൊരു വിധം അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയ എന്നുള്ളത് പിന്നീട് മുന്നോട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് ഇത്രയാണ് പറയാൻ പറ്റുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അവിടെ നിന്ന് കടമെടുത്തിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്. ഒന്ന് ഭരണഘടനാ ഭേദഗതിയും അതുപോലെ രാജ്യസഭാ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പും. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ്, ഏത് പാർട്ടിലാണ് ഭരണഘടനാ ഭേദഗതി ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പാർട്ട് 20, ഭാഗം 20 ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 368. ആ 368 എന്ത് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ ഒരു ചോദ്യം വരുന്നത്, ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ പാർലമെൻറ്റിനാണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് ഭേദഗതി വരുത്താൻ പാർലമെൻറ്റിന് അധികാരം ഇല്ല എന്ന് ഒരു കേസിൽ സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഭരണഘടന ഭേദഗതി ചെയ്യാവുന്നതാണ്, പക്ഷേ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചറിന് ഒരു തരത്തിലുള്ള മാറ്റവും വരുത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. അത് ഏത് കേസിലാണെന്ന് ചോദിച്ചാൽ കേശവാനന്ദ ഭാരതി കേസിലാണ്. കേശവാനന്ദ ഭാരതി കേസ്. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, അതിലാണ് ഇങ്ങനെ ഒരു വിധി സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് എന്താണ് പറഞ്ഞത്? ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ, അടിസ്ഥാന ഘടനയ്ക്ക് മാറ്റം വരുത്താൻ പാർലമെൻറ്റിന് അധികാരമില്ല. പക്ഷേ ഈ ബേസിക് സ്ട്രക്ചർ എന്താണെന്ന്, അതായത് അടിസ്ഥാന ഘടന എന്താണെന്ന് കൃത്യമായിട്ടുള്ളൊരു നിർവചനം ആര് നൽകിയിട്ടില്ല? സുപ്രീം കോടതി നൽകിയിട്ടില്ല എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗവും നമുക്ക്, മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാന ഘടനയെ ഭേദഗതി വരുത്താൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് ഇത് കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാവുന്ന 3 രീതികളെ പറ്റിയിട്ടാണ്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാവുന്ന 3 രീതികൾ. അപ്പോൾ 3 രീതികളിലായിട്ടാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാവുന്നത്. അതിൽ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടുകൂടി. ഒന്നാമത്തെ രീതി പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷം. അത് തന്നെയാണ് സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലളിതമായ ഭൂരിപക്ഷം.
ലളിതമായ ഭൂരിപക്ഷം. ഓക്കെ, ഒന്നാമത്തെ രീതിയിൽ പറയുന്നത് പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടുകൂടി ഭേദഗതി ചെയ്യാവുന്നതാണ്. അതാണ് ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേവല ഭൂരിപക്ഷം അല്ലെങ്കിൽ ലളിതമായ ഭൂരിപക്ഷം, ഇനി ഇംഗ്ലീഷ് വേർഡാണെങ്കിൽ സിമ്പിൾ മെജോറിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഈ സഭാ സമ്മേളനത്തിൽ, അതായത് പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളെന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ലോക്സഭയും രാജ്യസഭയും. ഈ സഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവർ അവരുടെ 50% കൂടുതൽ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സിമ്പിൾ മെജോറിറ്റി അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത്. സഭാ സമ്മേളനത്തിൽ വോട്ട് ചെയ്യുന്നവരുടെ ആകെ എണ്ണത്തിൻ്റെ 50% കൂടുതൽ, അതിനെയാണ് കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഭൂരിപക്ഷത്തോടു കൂടി ഭരണഘടന ഭേദഗതി ചെയ്യാവുന്ന കുറച്ച് വ്യവസ്ഥകൾ അല്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ പ്രിലിംസിനൊക്കെ ചോദിച്ചിട്ടുള്ളതായിരുന്നു. അതിൽ പൗരത്വം ഏറ്റെടുക്കലും അവസാനിപ്പിക്കലും എന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെ ഏത് ഭൂരിപക്ഷത്തോടു കൂടി ഭേദഗതി ചെയ്യാവുന്നതാണ് എന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊവിഷൻസ് ഏതൊക്കെ വ്യവസ്ഥകളാണെന്ന് ആദ്യം പഠിക്കാം, എന്നിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷം അല്ലെങ്കിൽ ലളിതമായ ഭൂരിപക്ഷത്തോടു കൂടി ഭേദഗതി ചെയ്യാവുന്ന വ്യവസ്ഥകളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം. അപ്പോൾ പുതിയതായിട്ടൊരു സംസ്ഥാനം രൂപീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഭേദഗതി നടത്തണം. പാർലമെൻറ്റിൻ്റെ സിമ്പിൾ മെജോറിറ്റി, അതായത് പറഞ്ഞല്ലോ സഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരുടെ എണ്ണത്തിൻ്റെ ആകെ അല്ലെങ്കിൽ എണ്ണത്തിൻ്റെ എത്ര ശതമാനം? 50% കൂടുതൽ. അപ്പോൾ പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം എന്ന് പറയുന്ന ഒരു ഭാഗം ഭേദഗതി ചെയ്യണമെങ്കിൽ കേവല ഭൂരിപക്ഷം വേണം. ഇനി നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ പ്രദേശങ്ങൾ, അതുപോലെ അതിർത്തി, ഇനി പേരുകൾ, അതിലൊക്കെ മാറ്റം വരുത്തണമെങ്കിലും എന്ത് വേണം? പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷം വേണം. അതായത് നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ പ്രദേശങ്ങൾ അല്ലെങ്കിൽ അതിർത്തി, പേരുകൾ എന്നിവയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷം ആവശ്യമായിട്ട് വരും. ഇനി മൂന്നാമത് പറയുന്നത് ഷെഡ്യൂൾ 2. അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ മൊത്തം എത്ര ഷെഡ്യൂളുകളുണ്ട്? മൊത്തം 12 ഷെഡ്യൂളുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൽ രണ്ടാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത് പ്രസിഡന്റ്, ഗവർണർമാർ, അതുപോലെ എന്താണ് സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെ ശമ്പളവും അലവൻസുമാണ് ഷെഡ്യൂൾ 2 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ശമ്പളങ്ങളിലോ അല്ലെങ്കിൽ അലവൻസുകളിലോ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതിനെന്ത് വേണം? പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതി വരുത്തണം. അപ്പോൾ പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം, നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ പ്രദേശങ്ങൾ, അതിർത്തി, പേരുകൾ എന്നിവയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ, അതുപോലെ ഷെഡ്യൂൾ 2 പ്രസിഡന്റ്, ഗവർണർമാർ, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, CAG തുടങ്ങിയ കുറച്ച് ആൾക്കാരുടെ ശമ്പളങ്ങളും അലവൻസുകളും. ഇനി നാലാമതായിട്ട് പറയുന്നത് പാർലമെൻറ്റിലെ ക്വാറം. പാർലമെൻറ്റിലെ ക്വാറം എന്ന് പറയുമ്പോൾ എന്താണ്? പാർലമെൻറ്റ് സമ്മേളനം ചേരുന്നതിനുള്ള അംഗസംഖ്യയാണ് ക്വാറം എന്ന് പറയുന്നത്. പാർലമെൻറ്റിൻ്റെ ക്വാറം എന്ന് പറയുമ്പോൾ എത്രയാണ്? 10 പാർലമെൻറ്റ് സമ്മേളനങ്ങൾ ചേരുന്നതിനുള്ള ക്വാറം എന്ന് പറയുന്നത് ആകെ അംഗങ്ങളുടെ 10 ഈ ഒരു വ്യവസ്ഥയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലും എന്ത് വേണം? പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതി വരുത്തണം. ഇനി അഞ്ചാമത് പറയുന്നത് പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങൾ. പാർലമെൻറ്റ് നടപടിക്രമങ്ങൾ. ഓക്കെ, പാർലമെൻറ്റിൽ വിവിധ നടപടിക്രമങ്ങളുണ്ട്. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ബില്ല് അവതരണം, അങ്ങനെയുള്ള കുറേ നടപടിക്രമങ്ങളുണ്ട്. അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലും എന്ത് വേണം? പാർലമെൻറ്റിൻ്റെ സിമ്പിൾ മെജോറിറ്റിയോട് കൂടിയുള്ള ഭേദഗതി വരുത്തണം. ഇനി അതുപോലെ പാർലമെൻറ്റ് അംഗങ്ങളുടെ ശമ്പളവും അലവൻസും. ഷെഡ്യൂൾ 2 പറഞ്ഞിരിക്കുന്നത് പ്രസിഡന്റ്, ഗവർണർമാർ തുടങ്ങിയ എക്സിക്യൂട്ടീവ് പവേഴ്സുള്ള ആൾക്കാരുടെ ശമ്പളവും അലവൻസുകളുമാണ്. ഇനി ഇപ്പോൾ പറഞ്ഞ എന്താണ്? ആറാമത് പറയുന്നത് പാർലമെൻറ്റ് അംഗങ്ങളുടെ ശമ്പളവും അലവൻസും. പാർലമെൻറ്റ് അംഗങ്ങളുടെ ശമ്പളവും
അലവൻസുകളും. അതിൽ മാറ്റം വരുത്തണമെങ്കിലും പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷം വേണം. ഇനി പാർലമെൻറ്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ്. പാർലമെൻറ്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഉള്ള തിരഞ്ഞെടുപ്പ്. ഓക്കെ, അപ്പോൾ പാർലമെൻറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, അതിൻ്റെ നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ എന്ത് വേണം? പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതി വരുത്തണം. ഇനി സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം. സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം, അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലും എന്ത് വേണം? പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയിൽ നടത്തണം. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ, കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യനാണ് പൗരത്വം ഏറ്റെടുക്കലും അവസാനിപ്പിക്കലും. പൗരത്വം ഏറ്റെടുക്കലും അവസാനിപ്പിക്കലും, അതായത് ആരുടെയെങ്കിലും പൗരത്വം നിർത്തലാക്കുകയോ അല്ലെങ്കിൽ പുതിയൊരു പൗരത്വം നേടിയെടുക്കുന്നതിലോ അതിനുള്ള വ്യവസ്ഥകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ, എന്തെങ്കിലും ഭേദഗതി വരുത്തണമെങ്കിൽ എന്ത് വേണം? പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷം വേണം. അടുത്തത് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. 10ാമത് പറയുന്നത് യൂണിയൻ ടെറിട്ടറീസ്. അത് പുതുതായിട്ട് രൂപീകരിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഉള്ളതിനെയൊക്കെ മാറ്റണമെങ്കിലോ ഒക്കെ എന്ത് വേണം? പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതി വരുത്തണം. അതുപോലെ ലാസ്റ്റ് പറയുന്നത് ഷെഡ്യൂൾ 5ഉം ഷെഡ്യൂൾ 6ഉം. ഷെഡ്യൂൾ 5, ഷെഡ്യൂൾ 6. ഷെഡ്യൂൾ 5 പറഞ്ഞിരിക്കുന്നത് ഷെഡ്യൂൾഡ് ഏരിയകൾ അല്ലെങ്കിൽ പട്ടികവർഗ ഏരിയകൾ, പട്ടികവർഗക്കാരുടെയും ഭരണവും നിയന്ത്രണവുമാണ് ഷെഡ്യൂൾ 5 പറഞ്ഞിരിക്കുന്നത്. ഷെഡ്യൂൾ 6 പറഞ്ഞിരിക്കുന്നത് എന്താണ്? ട്രൈബൽ ഏരിയാസ്, അതായത് ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ട്രൈബൽ ഏരിയാസ് അല്ലെങ്കിൽ ആദിവാസി മേഖലകളുടെ ഭരണവും നിയന്ത്രണവുമാണ് ഷെഡ്യൂൾ 6 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത്രയും വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം, അതുപോലെ നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ പ്രദേശങ്ങൾ, അതിർത്തികൾ, പേരുകൾ എന്നിവയിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരിക. അതുപോലെ ഷെഡ്യൂൾ 2, അതായത് പ്രസിഡന്റ്, ഗവർണർമാർ തുടങ്ങിയ എക്സിക്യൂട്ടീവ് അധികാരങ്ങളുള്ള ആൾക്കാരുടെ ശമ്പളവും അലവൻസുകളിലും എന്തെങ്കിലും മാറ്റം കൊണ്ടുവരിക. ഇനി പാർലമെൻറ്റിൻ്റെ കോറത്തിൽ മാറ്റം കൊണ്ടുവരിക. അതുപോലെ പാർലമെൻറ്റ് നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തുന്നത്. അതുപോലെ പാർലമെൻറ്റ് അംഗങ്ങളുടെ ശമ്പളവും അലവൻസുകളും. ഇനി പാർലമെൻറ്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് രീതി. ഇനി സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം, പൗരത്വം ഏറ്റെടുക്കലും അവസാനിപ്പിക്കലും, യൂണിയൻ ടെറിട്ടറീസ്, അതുപോലെ ഷെഡ്യൂൾ 5, ഷെഡ്യൂൾ 6. ഇത്രയും വ്യവസ്ഥകളിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷം അല്ലെങ്കിൽ ലളിതമായ ഭൂരിപക്ഷത്തോടുകൂടി ഭേദഗതി വരുത്തണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ രീതി ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള 3 രീതികളിൽ ആദ്യത്തേതാണ് പറഞ്ഞത്. ഇത്രയും വ്യവസ്ഥകളിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണമെങ്കിൽ പാർലമെൻറ്റിൻ്റെ ലളിതമായ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഭേദഗതി വരുത്തണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കേവല ഭൂരിപക്ഷം മനസ്സിലായല്ലോ. സഭാ സമ്മേളനത്തിൽ ഹാജരായി വോട്ട് ചെയ്യുന്ന ആകെ അംഗങ്ങളുടെ 50% കൂടുതൽ, അതിനെയാണ് കേവല ഭൂരിപക്ഷം അല്ലെങ്കിൽ ലളിതമായ ഭൂരിപക്ഷം, സിമ്പിൾ മെജോറിറ്റി എന്നൊക്കെ പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാവുന്ന 2ാമത്തെ രീതിയെക്കുറിച്ചാണ്. 2ാമത്തെ രീതിയിൽ പറയുന്നത് പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതി. പ്രത്യേക ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതി, അതാണ് 2ാമത്തെ രീതി. പ്രത്യേക ഭൂരിപക്ഷം മീൻസ് സ്പെഷ്യൽ മെജോറിറ്റി. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാവുന്ന ആദ്യത്തെ രീതി എന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷം അല്ലെങ്കിൽ സിമ്പിൾ മെജോറിറ്റിയോടുകൂടി ചെയ്യാവുന്ന ഭേദഗതി. ഇനി 2ാമത്തേന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതി. ഇനി പ്രത്യേക ഭൂരിപക്ഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഭാ അംഗങ്ങളുടെ ആകെ എണ്ണത്തിൻ്റെ 50% കൂടുതൽ. നമ്മൾ നേരത്തെ കേവല ഭൂരിപക്ഷത്തിൽ പറഞ്ഞത് സഭാ സമ്മേളനത്തിൽ ഹാജരായി വോട്ട് ചെയ്യുന്നവരുടെ 50% കൂടുതലാണ് കേവല ഭൂരിപക്ഷം. ഇനി ഞാൻ പറയുന്നത് എന്താണ്? സഭയിലെ ആകെ അംഗങ്ങൾ. ഇനി രാജ്യസഭയിലാണെങ്കിൽ മൊത്തം അംഗസംഖ്യ എത്രയാണ്? 245. ലോക്സഭയിലാണെങ്കിൽ 543. അപ്പോൾ സഭാ അംഗങ്ങളുടെ, അതായത് അംഗങ്ങളുടെ ആകെ എണ്ണത്തിൻ്റെ 50% കൂടുതലും വേണം. കൂടെ എന്ത് ചെയ്യണം? ഇനി ആ സഭാ സമ്മേളനം നടക്കുമ്പോൾ ഹാജരായി വോട്ട് ചെയ്യുന്ന
അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷവും വേണം. ഇതിനെയാണ് ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് വരുമ്പോഴാണ് സ്പെഷ്യൽ മെജോറിറ്റി അഥവാ പ്രത്യേക ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അപ്പം എന്താണ്? സഭാ അംഗങ്ങളുടെ ആകെ എണ്ണത്തിൻ്റെ 50%. 50% കൂടുതൽ. അതുപോലെ എന്തും കൂടെ വേണം? ആ സഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത് ഹാജരായി വോട്ട് ചെയ്യുന്നവരുടെ 2/3 ഭൂരിപക്ഷം. സഭാ സമ്മേളനത്തിൽ ഹാജരായി വോട്ട് ചെയ്യുന്നവരുടെ 2/3 ഭൂരിപക്ഷം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ മെജോറിറ്റി അഥവാ പ്രത്യേക ഭൂരിപക്ഷം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്താണ്? സഭാ അംഗങ്ങളുടെ ആകെ എണ്ണത്തിൻ്റെ 50% കൂടുതലും വേണം. ഇനി സഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരുടെ 2/3 ഭൂരിപക്ഷവും വേണം. ഇതിനെയാണ് സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാവുന്ന രണ്ടാമത്തെ രീതിയാണ് സിമ്പിൾ മെജോറിറ്റി അല്ലെങ്കിൽ പ്രത്യേക ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതി. ഇത്തരത്തിൽ ഭേദഗതി ചെയ്യാവുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വ്യവസ്ഥകൾ പ്രധാനപ്പെട്ടതാണ് മൗലികാവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പാർട്ട് 3, അതുപോലെ DPSP എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. മെയിനായിട്ടും ഈ രണ്ട് വ്യവസ്ഥകളിലും എന്തെങ്കിലും ഭേദഗതി വരുത്തണമെങ്കിൽ എന്ത് വേണം? പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ ആണ് ആ ഭേദഗതി വരുത്തേണ്ടത്. ഓക്കെ, മൗലികാവകാശങ്ങൾ അതുപോലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഈ രണ്ട് വ്യവസ്ഥകളിലും. ഇനി നമ്മൾ മൂന്നാമത്തെ ഒരു രീതി പറയുന്നുണ്ട്. ഈ ഒന്നാമത്തെയും മൂന്നാമത്തെയും രീതിയിൽ പറഞ്ഞിട്ടില്ലാത്ത മറ്റേതൊരു വ്യവസ്ഥയും എന്ത് ചെയ്യണം? വ്യവസ്ഥയിലും ഭേദഗതി വരുത്തണമെങ്കിൽ പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷം സ്പെഷ്യൽ മെജോറിറ്റി വേണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ രണ്ടാമത്തെ രീതിയിൽ പറയാൻ പറ്റുന്നത്. പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ ഭേദഗതി ചെയ്യാവുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാന രണ്ട് വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? മൗലികാവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും. മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3 പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പാർട്ട് 4 DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ട് രീതികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് രീതിയാണ് നോക്കാൻ പോകുന്നത്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാവുന്ന മൂന്നാമത്തെ രീതി. രണ്ടാമത്തെ രീതിയിൽ എന്താ പറഞ്ഞത്? പ്രത്യേക ഭൂരിപക്ഷം വേണം. പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ ചെയ്യാവുന്ന ഭേദഗതിയാണ് രണ്ടാമത്. മൂന്നാമത്തേതിൽ പറയുന്നത് ഈ ഭൂരിപക്ഷത്തോടൊപ്പം, അതായത് പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം എന്ത് വേണം? എന്താണ്? പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം. അതായത് പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും ആവശ്യമായിട്ടുള്ള ഭേദഗതി. പ്രത്യേക ഭൂരിപക്ഷം നമുക്കറിയാം എന്താണ്? സഭയിലെ അംഗങ്ങളുടെ ആകെ എണ്ണത്തിൻ്റെ 50% കൂടുതലും വേണം. അതുപോലെ സഭാ സമ്മേളനത്തിൽ ഹാജരായി വോട്ട് ചെയ്യുന്നവരുടെ 2/3 ഭൂരിപക്ഷവും വേണം. ഇതാണ് പ്രത്യേക ഭൂരിപക്ഷം. ഈ പ്രത്യേക ഭൂരിപക്ഷം നേടുന്നതിനോടൊപ്പം തന്നെ പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും കൂടി ഉണ്ടെങ്കിൽ മാത്രം ഭേദഗതി ചെയ്യാവുന്ന കുറച്ച് വ്യവസ്ഥകൾ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. അത് മെയിനായിട്ടും ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ വ്യവസ്ഥകളാണ്. ഈ ഫെഡറൽ വ്യവസ്ഥകളിൽ എന്തെങ്കിലും ഭേദഗതി ചെയ്യണമെങ്കിൽ ഈ രണ്ട് സാഹചര്യവും അനുകൂലമായിട്ട് വന്നാൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ ഈ സംസ്ഥാനങ്ങളുടെ അംഗീകാരം എന്ന് പറയുമ്പോൾ സംസ്ഥാന നിയമസഭകളിൽ ഈ ഭേദഗതിയെ എന്ത് ചെയ്യണം? കേവല ഭൂരിപക്ഷത്തോടെ പാസ്സാക്കണം. അതായത് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസ്സാക്കിയ ബില്ല് സംസ്ഥാന നിയമസഭകൾ അവരുടെ കേവല ഭൂരിപക്ഷത്തോടെ പാസ്സാക്കിയാൽ മാത്രമേ ഇങ്ങനെയുള്ള കുറേ വ്യവസ്ഥകളിൽ ഭേദഗതി വരുത്താൻ സാധിക്കത്തുള്ളൂ. ഇനി അതിലൊരു പോരായ്മയായിട്ട് പറയുന്നത് എന്താണ്? സംസ്ഥാനങ്ങൾക്ക് അവർക്ക് സമർപ്പിച്ച ഭേദഗതി അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നതിനുള്ള സമയപരിധി ഭരണഘടനയിൽ പരാമർശിച്ചിട്ടില്ല. അതൊരു പോരായ്മയായിട്ടാണ് പറഞ്ഞു കാണുന്നത്. അപ്പോൾ ഇനി ഈ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്ന വ്യവസ്ഥകളാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പും രീതികളും. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പും രീതികളും.
അതായത് ആർട്ടിക്കിൾ 54-ലും 55-ലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഭേദഗതി വരുത്തണമെങ്കിൽ എന്ത് വേണം? പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണം. ഇപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ആർട്ടിക്കിൾ 54-ലോ ആർട്ടിക്കിൾ 55-ലോ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും കൂടി വേണം. രണ്ടാമത്തേത്, യൂണിയനും സംസ്ഥാനങ്ങളും അവരുടെ എന്നിവയുടെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ. യൂണിയൻ, സ്റ്റേറ്റ് എന്നിവയുടെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളുടെ വ്യാപ്തി. ഓക്കെ, അതിൽ യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളുടെ വ്യാപ്തി പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 73-ലാണ്. ആർട്ടിക്കിൾ 73-ലും സ്റ്റേറ്റ്സിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളുടെ വ്യാപ്തി പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 162-ലുമാണ്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 73-ലോ ആർട്ടിക്കിൾ 162-ലോ എന്തെങ്കിലും ഭേദഗതി വരുത്തണമെങ്കിൽ എന്ത് വേണം? പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണം. മൂന്നാമതായിട്ട് പറയുന്നത് സുപ്രീം കോടതിയും ഹൈക്കോടതികളും. ആ സുപ്രീം കോടതിയിലെയോ ഹൈക്കോടതിയുടെയോ എന്തെങ്കിലും വ്യവസ്ഥകളിൽ ഭേദഗതി വരുത്തണമെങ്കിൽ എന്ത് വേണം? ഈ പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും കൂടി വേണം. അടുത്ത നാലാമതായിട്ട് നോക്കുന്നത് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള നിയമനിർമ്മാണ അധികാരം. ഓക്കെ, യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള നിയമനിർമ്മാണ അധികാരം, അല്ലെങ്കിൽ നമുക്ക് എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾ 7, അതിലാണ് ലിസ്റ്റുകളെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഷെഡ്യൂൾ 7 ലിസ്റ്റുകൾ. അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഇതുപോലെ പ്രത്യേക ഭൂരിപക്ഷവും പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണം. ഇനി പാർലമെൻറ്റിൽ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം. പാർലമെൻറ്റിൽ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം. അതായത് അംഗങ്ങളുടെ എണ്ണമൊക്കെ ആയിരിക്കും. അപ്പോൾ എന്താണ്, സംസ്ഥാനങ്ങളിൽ നിന്ന് എത്ര ആൾക്കാർക്ക് ഈ പാർലമെൻറ്റിലേക്ക് പോകാം, അല്ലെങ്കിൽ അവർ എത്ര പ്രതിനിധികൾക്ക് പോകാം, അല്ലെങ്കിൽ ആ പ്രാതിനിധ്യത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ എന്ത് വേണം? പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണം. ഇനി മെയിനായിട്ടും നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭരണഘടനാ ഭേദഗതി, അതായത് ആർട്ടിക്കിൾ 368-ൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഭേദഗതി വരുത്തണമെങ്കിലും എന്ത് വേണം? ഈ പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണം. അപ്പോൾ ആർട്ടിക്കിൾ 368 അതിൽ തന്നെ എന്തെങ്കിലും ഭേദഗതി വരുത്തണമെങ്കിലും ഈ ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കുള്ള ഹൈക്കോടതികൾ, അതായത് ആർട്ടിക്കിൾ 241-ലാണ് പറയുന്നത് യൂണിയൻ ടെറിട്ടറീസിലേക്കുള്ള ഹൈക്കോടതികൾ. ആർട്ടിക്കിൾ 241 ആ ഒരു വ്യവസ്ഥയിൽ ഭേദഗതി ചെയ്യണമെങ്കിലും പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം എന്നും കൂടി വേണം? പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും കൂടി വേണം. അപ്പം ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത്, സംസ്ഥാനങ്ങളും യൂണിയനും തമ്മിലുള്ള നിയമനിർമ്മാണ അധികാരം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പവേഴ്സിൻ്റെ വ്യാപ്തി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ അല്ലെങ്കിൽ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഭേദഗതി വരുത്തണമെങ്കിൽ പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം എന്തും കൂടി വേണം? പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും കൂടി വേണം. ഇതാണ് ഈ 3 കാര്യങ്ങളാണ്. അതായത് ഒന്നാമത്തെ നമ്മൾ പറഞ്ഞതാണ് പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടെ ഉള്ള ഭേദഗതി. രണ്ടാമത്തെ രീതി എന്തായിരുന്നു? പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതി. മൂന്നാമത് പറഞ്ഞത് പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും കൂടി ആവശ്യമായിട്ടുള്ള ഭേദഗതി. ഇങ്ങനെ 3 രീതികളിലായിട്ടാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ എന്തൊക്കെയായിരുന്നു? ഇന്ത്യൻ ഭരണഘടന ഭേദഗതി എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കടം കൊണ്ടിരിക്കുന്ന 2 പ്രൊവിഷൻസ് എന്തൊക്കെയായിരുന്നു? ഒന്ന് ഭരണഘടനാ ഭേദഗതി, അതുപോലെ രാജ്യസഭാ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ്. ഇനി ആർട്ടിക്കിൾ 368 അത് ഏത് ഭാഗത്താണ്? പാർട്ട് 20 ആർട്ടിക്കിൾ 368-ലാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെൻറ്റിനാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെയാണ് നമ്മൾ
പാർലമെന്റിന് ഈ ഭരണഘടന ഭേദഗതി ചെയ്യാവുന്ന 3 രീതികളെ പറ്റി പറഞ്ഞത്. ഒന്ന് കേവല ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതി, രണ്ടെന്താണ് പ്രത്യേക ഭൂരിപക്ഷം അല്ലെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റിയോട് കൂടിയുള്ള ഭേദഗതി, ലാസ്റ്റ് പറഞ്ഞത് മൂന്നാമത്തെ രീതി പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും കൂടി ആവശ്യമായ ഭേദഗതി. അത് ഓരോന്നിനും എക്സാമ്പിളുകൾ നമ്മൾ പറഞ്ഞു. മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യുന്നത് ഏത് പ്രൊവിഷനോട് കൂടിയാണ്? പാർലമെന്റിന്റെ സ്പെഷ്യൽ മെജോറിറ്റിയോട് കൂടിയാണ് മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുന്നത്. അതുപോലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടുകൂടി ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ലാസ്റ്റ് നമ്മളിനി നോക്കാൻ പോകുന്നത് ഭരണഘടനാ ഭേദഗതിയുടെ നടപടിക്രമങ്ങളാണ്. നടപടിക്രമം ഭരണഘടനാ ഭേദഗതിയുടെ നടപടിക്രമം. അപ്പോൾ ഏത് നമ്മളൊരു ബില്ല് അവതരിപ്പിക്കുന്നെങ്കിലും എന്താണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരികയോ പുതിയ നിയമം കൊണ്ടുവരികയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ബില്ല് അവതരണമാണ് ആദ്യം നടക്കുന്നത്. അപ്പോൾ ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കേണ്ടത് എവിടെയാണ്? രാജ്യസഭയിലോ ലോക്സഭയിലോ. അപ്പം ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കേണ്ട അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള തുടക്കം കുറിക്കുന്നത് എവിടെയാണ്? രാജ്യസഭയിലോ ലോക്സഭയിലോ ആയിരിക്കും. അത് പാർലമെൻറ്റിൽ രാജ്യസഭയിലോ ലോക്സഭയിലോ മാത്രമേ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് മാത്രമേ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ രാജ്യസഭയിലോ ലോക്സഭയിലോ ബില്ല് അവതരിപ്പിക്കുക, അതോടുകൂടി മാത്രമേ ഒരു ഭരണഘടന ഭേദഗതി ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സ് ആരംഭിക്കുന്നത്. ഇനി രാജ്യസഭയിലോ ലോക്സഭയിലോ രണ്ടിടത്തായാലും ഏതെങ്കിലും ഒരു മന്ത്രിക്കോ അതുപോലെ സ്വകാര്യ അംഗത്തിനോ ബില്ല് അവതരിപ്പിക്കാം. ഓക്കെ, ഇപ്പോൾ ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കേണ്ടത് ഒന്നുകിൽ രാജ്യസഭയിൽ അല്ലെങ്കിൽ ലോക്സഭയിൽ, അതായത് സംസ്ഥാന നിയമസഭകൾക്ക് ഈ ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കാനുള്ള അധികാരം ഇല്ല. ഓക്കെ, രാജ്യസഭയ്ക്കോ ലോക്സഭയ്ക്കോ മാത്രമാണ് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ് ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. ബില്ല് അവതരണത്തിലൂടെയാണ്. രാജ്യസഭയിലോ ലോക്സഭയിലോ ബില്ല് അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ ഭരണഘടന ഭേദഗതി എന്ന് പറയുന്നത് ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. ഒരു മന്ത്രിക്കോ സ്വകാര്യ അംഗത്തിനോ ബില്ല് അവതരിപ്പിക്കാം. സഭയിൽ ഏതെങ്കിലും ഒരു സഭയിൽ ബില്ല് അവതരിപ്പിക്കാം. ഇനി ബില്ല് ഓരോ സഭയിലും എന്ത് ചെയ്യണം? പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസ്സാക്കപ്പെടണം. ഓക്കെ, ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരണമാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ എന്താണ്? ഓരോ സഭയും, രാജ്യസഭയും അംഗീകരിക്കണം, പാസ്സാക്കണം, ലോക്സഭയും പാസ്സാക്കണം. എങ്ങനെ? പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസ്സാക്കണം. അങ്ങനെ അല്ലാതെയുള്ള പ്രൊവിഷൻസ് നമ്മൾ ആദ്യത്തെ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പം പ്രത്യേക ഭൂരിപക്ഷത്തോടെ രണ്ട് സഭകളും പാസ്സാക്കണം. ഓക്കെ, അപ്പോൾ പ്രത്യേക ഭൂരിപക്ഷത്തോടെ രണ്ട് സഭയിലും ഈ ബില്ല് പാസ്സായിരിക്കണം. ഇനി ഓരോ സഭയും പ്രത്യേകമാണ് ഇത് പാസ്സാക്കുക. രാജ്യസഭയിൽ അവതരിപ്പിച്ച് രാജ്യസഭയിൽ പാസ്സാക്കുന്നു, ലോക്സഭയിൽ അവതരിപ്പിച്ച് ലോക്സഭ പാസ്സാക്കുന്നു. ഇനി രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കും ഇത് തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക അല്ലെങ്കിൽ സംയുക്ത സമ്മേളനം വിളിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കാം എന്ന് പറയുന്നൊരു പ്രൊവിഷൻ അനുവദിച്ചിട്ടില്ല. അതായത് സംയുക്ത സമ്മേളനത്തിന് വകുപ്പ് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനം നടത്തുന്നതിന് ഭരണഘടനയിൽ വ്യവസ്ഥ ഇല്ല. അതുകൂടി അതിൻ്റെ കൂട്ടത്തിൽ ഓർമ്മിച്ചിരിക്കുക. സഭകൾ പ്രത്യേകം തന്നെ ഈ ബില്ല് പാസ്സാക്കിയിരിക്കണം. സംയുക്ത സമ്മേളനത്തിനുള്ള പ്രൊവിഷൻ പറഞ്ഞിട്ടില്ല. ഇനി പ്രത്യേക ഭൂരിപക്ഷത്തോടെയാണെന്ന് പറഞ്ഞു. ഇനി ഫെഡറൽ വ്യവസ്ഥകളിലാണ് എന്തെങ്കിലും ഭേദഗതി വരുത്തുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ബില്ല് അവതരിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം എന്തും കൂടി വേണം? പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും കൂടി വേണം. ഫെഡറൽ വ്യവസ്ഥകളിലെ ഭേദഗതിക്കാണെങ്കിൽ ഫെഡറൽ വ്യവസ്ഥകളിലെ ഭേദഗതിക്ക് എന്ത് വേണം? പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം. ഓക്കെ, ആ പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം എന്ന് പറയുന്നത് എങ്ങനെയാണ്? സംസ്ഥാന നിയമസഭകളിൽ കേവല ഭൂരിപക്ഷത്തോടെ പാസ്സാക്കണം. ഓക്കെ, സംസ്ഥാന നിയമസഭകൾ കേവല ഭൂരിപക്ഷത്തോടെ പാസ്സാക്കണം. അപ്പോൾ ഇത്തരത്തിൽ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും യഥാവിധി പാസ്സാക്കുകയും അതുപോലെ സംസ്ഥാന നിയമസഭകൾ അംഗീകരിക്കുകയും ചെയ്ത ശേഷം ഈ ബില്ല് എന്ത് ചെയ്യപ്പെടും? രാഷ്ട്രപതിയുടെ അനുമതിക്കായിട്ട്
അവതരിപ്പിക്കും. അപ്പോൾ സംസ്ഥാന നിയമസഭകൾ, അതായത് ഫെഡറൽ വ്യവസ്ഥയിലെ ഭേദഗതിക്കാണെന്നുണ്ടെങ്കിൽ പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം ഈ പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണം. ഈ ഒരു എല്ലാ കാര്യവും കഴിഞ്ഞിട്ട്, അതായത് ലോക്സഭയിലും പാസ്സാക്കി, രാജ്യസഭയിലും പാസ്സാക്കി, അതുപോലെ ഇനി ഫെഡറൽ വ്യവസ്ഥയിലെ ഭേദഗതിക്കാണെങ്കിൽ സംസ്ഥാന നിയമസഭകൾ, അതായത് പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും കിട്ടിയ ശേഷം രാഷ്ട്രപതിക്കായിട്ട് ബില്ല് അവതരിപ്പിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? രാഷ്ട്രപതി ബില്ലിന് അനുമതി നൽകണം. പ്രസിഡന്റ് ബില്ലിന് അനുമതി നൽകണം. ഓക്കെ, രാഷ്ട്രപതി ബില്ലിന് അനുമതി നൽകണം. അതായത് ബില്ലിൻ്റെ സമ്മതം തടഞ്ഞു വെക്കുന്നതിനോ അല്ലെങ്കിൽ പുനഃപരിശോധനയ്ക്ക് അയക്കുന്നതിനോ രാഷ്ട്രപതിക്ക് കഴിയില്ല. അതാണ് ഭരണഘടനാ ഭേദഗതി ബില്ലിൻ്റെ ഒരു പ്രത്യേകത. എന്താണ്? തിരിച്ചയക്കുന്നതിനോ അല്ലെങ്കിൽ എന്താണ് പുനഃപരിശോധനയ്ക്ക് തിരിച്ചയക്കുകയോ തടഞ്ഞു വെക്കുകയോ ചെയ്യാൻ ഈ ഭരണഘടനാ ഭേദഗതി ബില്ലിൽ കഴിയുകയില്ല. രാഷ്ട്രപതിക്ക് അങ്ങനെ ഒരു അധികാരം ഇല്ല. ഇനി രാഷ്ട്രപതിയുടെ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ബില്ല് നിയമമായിട്ട് മാറുന്നു. അതായത് എന്ത് നിയമം? ഭരണഘടനാ ഭേദഗതി നിയമം. ഇപ്പം നമ്മൾ 42ാം ഭേദഗതി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്താണ്? 42ാം ഭേദഗതി നിയമമാണത്. അപ്പോൾ ബില്ല് അവതരിപ്പിച്ച് സഭകൾ രണ്ടും പാസ്സാക്കി, ഫെഡറൽ വ്യവസ്ഥകളാണെന്നുണ്ടെങ്കിൽ പകുതി സംസ്ഥാനങ്ങളും കൂടി അംഗീകരിച്ച് രാഷ്ട്രപതിക്ക് അയക്കുന്നു. രാഷ്ട്രപതി ഈ ബില്ലിന് അംഗീകാരം നൽകണം. അതായിക്കഴിഞ്ഞാൽ എന്താണ്? അതൊരു ഭരണഘടനാ ഭേദഗതി നിയമമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിയമം വന്നു കഴിഞ്ഞാൽ ഈ നിയമത്തിൻ്റെ നിബന്ധനകൾക്ക് വിധേയമായി ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ നടപടിക്രമം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള ബില്ല് എവിടെയാണ് അവതരിപ്പിക്കേണ്ടത്? രാജ്യസഭയിലോ ലോക്സഭയിലോ മാത്രം. അതായത് സംസ്ഥാന നിയമസഭകൾക്ക് ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കുക എന്ന് പറയുന്നൊരു കാര്യം സാധ്യമല്ല. ഇനി ഒരു കേസിൽ മാത്രം ഇതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. അതായത് നമുക്കറിയാം, ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ എവിടെയാണ് രൂപീകരിക്കേണ്ടത്? സംസ്ഥാനങ്ങളിലാണ്. അപ്പോൾ ആദ്യം ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന നിയമസഭകൾ പ്രമേയം പാസ്സാക്കി കഴിഞ്ഞാൽ അത് ആരുടെ അനുമതിക്ക് കൊടുക്കണം? പാർലമെൻറ്റിൻ്റെ അനുമതിക്ക് കൊടുക്കണം. ആ ഒരു കേസിൽ മാത്രമാണ് സംസ്ഥാന നിയമസഭകൾ ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. അതായത് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ രൂപീകരണത്തിനോ അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള പ്രമേയത്തിൽ മാത്രം. ബാക്കി എല്ലാ അവസരങ്ങളിലും രാജ്യസഭയിലോ ലോക്സഭയിലോ ആയിരിക്കണം ഇത്തരത്തിൽ ബില്ല് അവതരണം നടക്കേണ്ടത്. ഇനി നമ്മൾ പറഞ്ഞു, ലെജിസ്ലേറ്റീവ് കൗൺസിലിന് അങ്ങനെ ഒരു പ്രമേയം പുതിയതായിട്ട് രൂപീകരിക്കണമെങ്കിലോ അല്ലെങ്കിൽ നിർത്തലാക്കുന്നതിനോ പ്രമേയം പാസ്സാക്കേണ്ടത് സംസ്ഥാന നിയമസഭകൾ. എന്നിട്ട് പാർലമെൻറ്റിൻ്റെ അനുമതിക്കായിട്ട് അയക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രമേയം പാർലമെൻറ്റിന് അംഗീകരിക്കാം, നിരസിക്കാം, അല്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിന് നടപടി എടുക്കാതിരിക്കാം എന്ന് പറയുന്ന ആ ഒരു കാര്യങ്ങളും കൂടി ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഭരണഘടനാ ഭേദഗതിയെ പറ്റിയിട്ട് ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. നമുക്കറിയാം എന്താണ് ആർട്ടിക്കിൾ 368 പാർട്ട് 20 ദക്ഷിണാഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഈ ഒരു ഭേദഗതി എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. 3 രീതികളിലാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാവുന്നത്. കേവല ഭൂരിപക്ഷത്തോടെ, പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടെ, അതുപോലെ പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ, ലാസ്റ്റ് 3ാമത്തെ രീതി പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും.